ഓൺട്രപ്രണറായ എൻ്റെ സുഹൃത്ത് ഒരു ദിവസം ഒരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷൻ്റെ ഇവൻറ്റിന് പോയി. ആ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വന്തം ടീമിൽ നിന്ന് 2 പേരെ കൂടി ഗസ്റ്റായിട്ട് കൊണ്ടുപോകാം. അങ്ങനെ എംപ്ലോയീസുമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ വലിയ സ്ക്രീനിൽ ഈ കോട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്വപ്നം ബിൽഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ സ്വപ്നം ബിൽഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ഗതികേടിനെക്കുറിച്ചുള്ള ഈ ഒരു കൊട്ടേഷൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. എംപ്ലോയീസിനെ കൊണ്ടാണല്ലോ ഇദ്ദേഹം പോകുന്നത്. അപ്പോൾ ഇത് കണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ഓക്വേർഡ്നെസ് തോന്നി. ഈ തോന്നിയ ഒരു ഓക്വേർഡ്നെസ് അത് ശരിക്കും തോന്നാൻ വകയുണ്ടോ എന്നുള്ളൊരു ഡിസ്കഷൻ ഞങ്ങൾ തമ്മിലുണ്ടായി. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്കിതിലൊരു ഓക്വേർഡ്നെസ് എപ്പോഴും തോന്നാറുണ്ട്. ഇതിനൊരു ഡിഗ്നിറ്റിയുടെ വിഷയമാക്കി പലപ്പോഴും ആളുകൾ മാറ്റാറുണ്ട്. മറ്റൊരാളുടെ സ്വപ്നം ബിൽഡ് ചെയ്യുന്നത് വളരെ മോശം കാര്യമാണ്. ഒരു അധപ്പതിച്ച കാര്യമാണ്. ശരിക്കുള്ള സംഗതി സ്വന്തം സ്വപ്നം, സ്വന്തം വിഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മാത്രമേ ഡിഗ്നിറ്റി ഉള്ളൂ എന്നുള്ളൊരു പോയിന്റിൽ ഇത് കാണാറുണ്ട്. ഇതിനെ ഡിഗ്നിറ്റിയുടെ വിഷയമായിട്ട് കാണേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം സ്വന്തം സ്വപ്നമാണോ മറ്റുള്ളവരുടെ സ്വപ്നമാണോ എന്നുള്ളതിനേക്കാളും പ്രധാനം ഇതൊരു നല്ല സ്വപ്നമാണോ നല്ലൊരു വിഷനാണോ എന്നുള്ളതാണ്. ലോകത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന, ലോകത്തിന് ഹാംഫുൾ അല്ലാത്ത ഒരു സ്വപ്നമാണ്, ഒരു വിഷനാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അത് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിലും മറ്റൊരാളുടെ സ്വപ്നത്തിനോ വിഷനോ കൂടെ നിൽക്കുകയാണെങ്കിലും അതൊരു നല്ല കാര്യമാണ്. അതേസമയം ലോകത്തിന് ഹാംഫുൾ ആയിട്ടുള്ള, ലോകത്തിനെ ബെനിഫിറ്റ് ചെയ്യാത്ത ഒരു സ്വപ്നം, ഒരു വിഷനാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അത് സ്വന്തമായിട്ടാണെങ്കിലും മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും അത് ഡാമേജിങ് ആണ്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ മഹാത്മാഗാന്ധിക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു വിഷൻ ഉണ്ടായിരുന്നു. അതൊരു നല്ല വിഷനായിരുന്നു. ആ വിഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ആളുകൾ വരുന്ന സമയത്താണ് അത് നടപ്പിലാവുന്നത്. അല്ലെങ്കിൽ ആ വിഷന് ശക്തിയില്ല. അത് ഒരു ഇമാജിനേഷൻ മാത്രമാണ്. അപ്പോൾ വിഷൻ ഉണ്ടാവുക, വിഷൻ ബിൽഡ് ചെയ്യുക രണ്ടും പ്രധാനമാണ്. ഒബ്വിയസ്ലി വിഷൻ കാണുന്ന ആളുകൾക്ക് വിഷണറി ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. അതിന് ലീഡർഷിപ്പ് എടുക്കുകയാണെങ്കിൽ റിസ്ക് അപ്പറ്റൈറ്റ്, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ വേണം. അങ്ങനെ കുറേയേറെ പ്രത്യേകതകൾ ഉണ്ടാവാം. പക്ഷേ ഡിഗ്നിറ്റി എന്നുള്ളത് ഇതിലൊരു ഒരു പ്രത്യേകതയായിട്ട് കാണേണ്ടതില്ല. അതൊരു ഷെയിമിൻ്റെ വിഷയമായിട്ട് മാറ്റേണ്ടതില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ബഹുമാനത്തോടു കൂടി, ഡിഗ്നിറ്റിയോടു കൂടി നോക്കിക്കാണാൻ കഴിയില്ല. അവരൊരു തരംതാണ പണിയെടുക്കുന്ന അധപ്പതിച്ച ആളുകളായിട്ടാണ് നിങ്ങൾ നോക്കിക്കാണുക. അത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി അല്ല. അത് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല.